നമസ്കാരം, ഋഷിമുക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള ഒരു വിഷു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറയാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. അതേപോലെ തന്നെ എൻ്റെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ പകരുന്ന തീർത്ഥയാത്ര എന്ന ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. ആ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് അവിട്ട നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറയാം. അവിട്ട നക്ഷത്രക്കാർക്ക് ദേവതയായി ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ്. വിഷുഫലത്തിൽ അന്തിശൂലമാണ് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ആയുധം കൊണ്ടും പക്ഷി മൃഗാദികളെ കൊണ്ടുമൊക്കെ ശരീരത്തിൽ മുറിവ്, ചതവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ രോഗദുരിതങ്ങളും ആപത്തുകളും ഒക്കെ ഉണ്ടാകാം. വളരെ കരുതലെടുക്കേണ്ട വർഷമാണ്. ദോഷപരിഹാരത്തിനായി ബ്രഹ്മാവ് ദേവതയായതുകൊണ്ട് തന്നെ എല്ലാ ദേവതകളെയും പ്രീതിപ്പെടുത്തുക. കഴിയുന്നത്ര എല്ലാ ദേവതാ ക്ഷേത്രങ്ങളിലും ഈ ഒരു വർഷക്കാലം ദർശനം നടത്തുക, ക്ഷേത്ര ദർശനം പതിവാക്കുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. ഇനി നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ കൂടി പരിശോധിക്കാം. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായ വിഷമതകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് ശമനം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ബന്ധുജനങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി പണച്ചിലവ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന വർഷമാണ്. അനാവശ്യ ചിന്തകളെയൊക്കെ ഒഴിവാക്കി മനസ്സ് സ്വസ്ഥമാക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്ന വർഷമാണ്. പൈതൃക സ്വത്തുകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. എന്നാൽ ഭക്ഷണ അനുഭവ സുഖം കുറയുന്നതാണ്. അതേപോലെ തന്നെ പല്ലുകൾക്ക് രോഗസാധ്യത ഉണ്ടാകുന്ന വർഷമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനായി ദീർഘദൂര യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ബന്ധുജനങ്ങളുടെയൊക്കെ ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ആഡംബര വസ്തുക്കളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ ചെലവൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുമാണ്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണ്. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. വീട് നിർമ്മാണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെലവ് അധികരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ സുഹൃത്തുക്കളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും അത്തരം കാര്യങ്ങളിലൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിട്ട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷത്തിലെ സമ്പൂർണ്ണ വിഷുഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. എൻ്റെ തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ദിവസം നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.